മലയാളികളുടെ ജീവിതത്തിലെ പേടി സ്വപ്നമായി മാറുകയാണ് കള്ളന്മാരുടെ വിളയാട്ടം. കേരളത്തിന്റെ ഉറക്കം കെടുത്തി മോഷണസംഘങ്ങൾ പെരുകുകയാണ്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിൽ ഓരോന്നും സിനിമയെ വെല്ലുന്ന കഥകളും. ഇതൊക്കെ ഒരു സിനിമയായി എടുത്താൽ ഉറപ്പാണ് അത് സൂപ്പർ ഹിറ്റായിരിക്കും. രാത്രിയിൽ വാതിലുകൾ തകർത്ത് മോഷ്ടാക്കൾ വീട്ടിൽ കയറുന്നു, സ്വർണ്ണക്കടയുടെ പൂട്ട് പൊളിക്കുന്നു, ATM തകർത്ത് പണം കൊണ്ടുപോകുന്നു. അങ്ങനെ നീളുന്നു കള്ളന്മാരുടെ വാർത്തകൾ. കുറച്ചു നാളുകൾ മുമ്പ് വരെ നാം ദിവസവും ഇത്തരത്തിൽ മോഷണ സംഘത്തിന്റെ വാർത്തകൾ കണ്ടിരുന്നു. എന്നാൽ പിന്നീട് കേരളത്തിൽ അത്ര വലുതായി ഇത് പ്രചരിച്ചില്ല. പിന്നീട് പേടി സ്വപ്നമായി എത്തിയവരാണ് കുറുവാ സംഘം. ചില്ലറയൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘം കുഴപ്പിച്ചത്. തമിഴ്നാടിന്റെ അതിർത്തികൾ താണ്ടി കേരളത്തിലെത്തിയ 14 അംഗ സംഘം ഭീതി പരത്തിയിരുന്നു. കയ്യിൽ ആയുധവുമെടുത്ത് അർദ്ധനഗ്നരായി അർദ്ധരാത്രിയിൽ വീടുകളിലെത്തുന്നവർ, ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ നിഷ്കരുണം കൊല്ലാൻ പോലും മടിയില്ലാത്തവർ. അങ്ങനെ നീളുന്നു ഭയപ്പെടുത്തുന്ന കുറുവാ സംഘത്തെക്കുറിച്ചുള്ള കഥകൾ. നിലവിൽ കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ മാത്രമേ ഇവർ എത്തിയിരുന്നെങ്കിലും വാർത്തകൾ കേട്ട് കേരളം ഒന്ന് ശരിക്കും വിറച്ചു. തിരുട്ട് ഗ്രാമത്തിൽ നിന്നെത്തിയ ഈ കില്ലാടികൾ ഒരു കുലത്തൊഴിലായിട്ടാണ് മോഷണത്തെ കണ്ടത്. കുറുവാ സംഘത്തെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് പോലീസ് പഠിച്ച പണിയെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കേരളത്തിൽ വന്ന് സംഘത്തിലെ ഒരാൾ പിടിയിലായതോടെ മറ്റുള്ളവർ നാടുവിട്ടെന്നും ഇനി പേടിക്കേണ്ട കാര്യമില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കുറുവാ സംഘം പോയാലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ തക്കം പാർത്തിരിക്കുന്ന ഇതര സംസ്ഥാന മോഷ്ടാക്കളുടെയും പിന്നെ നമ്മുടെ നാട്ടിലെ കള്ളന്മാരുടെ എണ്ണം നാൾക്കുനാൾ പെരുകുന്നതായാണ് കാണുന്നത്. ഓരോ വർഷവും ചെയ്യപ്പെടുന്ന മോഷണ കേസുകളിലെ വർധനവ് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 2021 ശേഷം മോഷ്ടാക്കളുടെ അഴിഞ്ഞാട്ടം കുതിച്ചുയർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കൂടുതലും ഇതര സംസ്ഥാനക്കാർ കേരളത്തിൽ നടത്തിയ മോഷണങ്ങളാണ്. ജോലിയും ജീവിതവും തേടി കേരളത്തിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളുടെ മറപിടിച്ചാണ് മോഷ്ടാക്കളുടെ ഒഴുക്ക് നടക്കുന്നത്. അതായത് അതിഥി തൊഴിലാളികളുടെ തിരിച്ചറിയൽ കാർഡും അവരെ പൂർണ്ണ നിരീക്ഷണത്തിലാക്കുമെന്നതടക്കമുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ പൊളിഞ്ഞതുമാണ് മോഷണ കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്നാണ് നമ്മൾക്ക് വിലയിരുത്തേണ്ടത്. ആക്രിപെറുക്കൽ, പാത്രം, തുണി വിൽക്കൽ, കടല വിൽക്കൽ, വാഹനങ്ങളുടെ ആവശ്യ സാധനങ്ങൾ വിൽക്കൽ അടക്കമുള്ള ജോലിയെല്ലാം ചെയ്ത് ചുറ്റിനടക്കലാണ് കള്ളന്മാരുടെ പ്രധാന ശീലം. ഈ സമയത്ത് മോഷ്ടിക്കേണ്ട വീടുകൾ ഇവർ കൃത്യമായി നിരീക്ഷിക്കും. മോഷണത്തിനിറങ്ങുന്നതിന് പ്രധാനമായും രാത്രി സമയങ്ങളാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും കണ്ണുകൾ മാത്രം പുറത്തു കാണിക്കുന്ന രീതിയിൽ മുഖം മറച്ച് പ്രത്യേക രീതിയിൽ ട്രെയിനിങ് നടത്തിയാണ് ഇവർ മോഷണത്തിനിറങ്ങുന്നത്. അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷണത്തിനെത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇതിൽ ഒറ്റയ്ക്ക് വരുന്നവരുമുണ്ട്, ഒരു കൂട്ടമായി എത്തുന്നവരുമുണ്ട്. ഇപ്പോൾ മിക്ക വീടുകളിലും CCTV വരെ ഉണ്ട്. എന്നാൽ കള്ളന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചിലർ വീടിന്റെ പിൻഭാഗം വഴി അകത്ത് കടക്കും. ഈ ശൈലി ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ഇവിടേക്ക് തിരിയില്ല എന്നതുകൊണ്ടായിരിക്കും. പിൻഭാഗത്തെ വാതിൽ തകർത്ത് എളുപ്പം അകത്തു കടക്കാനാവുമെന്നതും ഈ മാർഗം തിരഞ്ഞെടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. മറ്റു ചിലർ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് കടക്കാനുള്ള സൂത്രവിദ്യകളും പയറ്റും. വീടിന് പുറത്തെ ടാപ്പ് തുറന്നിടുക, കുട്ടികൾ കരയുന്ന ശബ്ദമുണ്ടാക്കുക, തുടർച്ചയായി കോളിംഗ് ബെൽ അടിക്കുക, വാഹനത്തിന്റെ ഹോൺ അടിക്കുക, ഇതൊക്കെയാണ് പ്രധാന ശൈലികൾ. ശബ്ദങ്ങൾ കേട്ട് വീട്ടുകാർ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ഇവർ ആളറിയാതെ വീടിനകത്ത് കയറും. ഇത് നടന്നില്ലെങ്കിൽ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷണം നടത്തും. ഈ സമയത്ത് വീട്ടുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ മാരകമായി ആക്രമിക്കാനോ കൊലപ്പെടുത്താനോ പോലും ഇവർ മടിക്കാറില്ല. ഇത്തരം കേസുകളും നിരവധി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഷണത്തിനിടെ കൊല്ലാൻ പോലും മടിക്കാത്തവരുമുണ്ട്. ഇക്കൂട്ടർ കുറച്ച് അപകടകാരികളെ മോഷ്ടാക്കളാണ്. ഈ കേസുകളെല്ലാം പ്രതികളെ പിടിച്ചിട്ടുണ്ടെങ്കിലും പകുതിയിലേറെ കേസുകളിൽ മോഷണം മുതൽ തിരിച്ചെടുക്കാനായിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതര സംസ്ഥാന മോഷ്ടാക്കൾ അഴിഞ്ഞാടുമ്പോൾ നഷ്ടം ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പാവം നാട്ടുകാർക്ക് മാത്രമാണ്. പോലീസും കാര്യമായി ഇത്തരം കേസുകളിൽ ഇടപെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ മോഷണ സംഘം പെരുകുന്നുണ്ട്. അതും വലിയ കവർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിൽ കണ്ണൂർ വളപട്ടണത്ത് അരിവ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് കേരളത്തെ ഞെട്ടിച്ച വാർത്തയാണ്. 1 കോടി രൂപയും 300 പവനുമാണ് മോഷണ സംഘം കൊണ്ടുപോയത്. കട്ടിലിൽ പണിത പ്രത്യേക അറയിൽ സൂക്ഷിച്ച പണവും സ്വർണവുമാണ് കവർച്ച ചെയ്തത്. വീടിനെപ്പറ്റി ധാരണയുള്ള വ്യക്തിയാണ് മോഷണത്തിന് പിന്നിലെന്ന സംശയം പോലീസിന് ആദ്യം മുതൽക്കേ ഈ കേസിലുണ്ടായിരുന്നു. അടുക്കളയിലെ ജനാലിന്റെ ഗ്രിൽ മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് വീടിനകത്ത് എത്തിയത്. ആദ്യ ദിവസം പകുതി സ്വർണവും പണവും കട്ട ശേഷം മോഷ്ടാവ് അടുത്ത ദിവസം ബാക്കി പകുതിയും മോഷ്ടിച്ചു. എവിടെയൊക്കെ CCTV ഉണ്ടെന്ന് കൃത്യമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു മോഷണം. മോഷ്ടാവ് ധരിച്ച ഷർട്ടിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. 2 താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചത്. ഇത് കൃത്യമായി അറിയുന്ന ആൾക്ക് മാത്രമേ ഇത്തരത്തിൽ മോഷണം നടത്താൻ സാധിക്കൂ. ലോക്കർ കൃത്യമായി തുറന്ന മോഷ്ടാവ് അഷ്റഫിനെ അടുത്ത് പരിചയമുള്ള ആളാണെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അയൽവാസിയാണ് കള്ളനെന്ന് പോലീസ് മനസ്സിലാക്കിയത്.
എന്തായാലും കള്ളനെ കിട്ടി. പക്ഷേ പോലീസിനും നിയമങ്ങൾക്കും മാനക്കേടുണ്ടാക്കി കേരളത്തിൽ മോഷണ സംഘം വിലസുക തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.